ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് അഗൈൻ. ഇന്ന് നമുക്ക് പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ആദ്യം വീഡിയോ എടുക്കുന്ന സമയത്ത് 1 ലിറ്റർ പാലാണ് തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് എനിക്ക് പുറത്തേക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നത്. അപ്പോൾ അത് കാരണം ഞാനിവിടെ 1.5 ലിറ്ററിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ 1 ലിറ്ററിന് കണക്കാക്കി 10 ഗ്രാം ചൈന ഗ്രാസാണ് ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. 10+10 20 ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റിലൊക്കെ ആയിട്ട് കാണിക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത പൈനാപ്പിൾ കുഞ്ഞായി അരിഞ്ഞത് ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ച് മെൽറ്റാക്കി എടുക്കുക. കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ 20 ഗ്രാം ചൈന ഗ്രാസ് ഞാൻ അല്പം വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുള്ള നമ്മുടെ പൈനാപ്പിളിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു 10 ഗ്രാമും പിന്നത്തെ 10 ഗ്രാമുമാണ്. അങ്ങനെ 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗവിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലതായിട്ട് അലിയിച്ചെടുക്കണം ഈ ഒരു ചൈന ഗ്രാസ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിൽ പാലും കൂടെ തിളപ്പിക്കാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരളവിൽ ശരിക്കും 2 ലിറ്റർ പാൽ എടുക്കാം കേട്ടോ. ഈ ഒരു 20 ഗ്രാം ചൈന ഗ്രാസിന് വേണ്ടിയിട്ട് 2 ലിറ്റർ പാൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 മുതൽ 2 കപ്പ് ഷുഗർ വരെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലതായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി തിളച്ച് നല്ലതായിട്ട് കുറുകി വരുന്ന ഒരു പരുവത്തിലായിരിക്കണം. അതായത് പാലിൻ്റെ ഒരു കുറുകിയ ടേസ്റ്റ് വരണം. ഇതാ നല്ലതായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കണ്ടൻസ്ഡ് മിൽക്ക് അതുപോലെ തന്നെ മിൽക്ക് പൗഡർ അലിയിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ടുള്ള ചൈന ഗ്രാസ് അരിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിളപ്പിക്കരുത്, കാരണം ചൈന ഗ്രാസും പാലും പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടൈഗറിൻ്റെ എസൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് എടുക്കുന്ന പൈനാപ്പിൾ ഒട്ടും പുളിയില്ലാത്ത നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മളുടെ ആ ഒരു പുഡിങ് നല്ല കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. ഈ ഒരു മിക്സ് വീണ്ടും ഞാനൊരു പാനിലേക്ക് അരിച്ചൊഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാറി തുടങ്ങുന്ന സമയത്ത് നമുക്കത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു കുറച്ച് കപ്പുകളും പിന്നെ ഒരു വലിയ 2 പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൈനാപ്പിൾ എല്ലാം ഒന്ന് അടിയിൽ നിരത്തി കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിളാണ്. അപ്പോൾ അതൊന്ന് നിരത്തി കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ പൈനാപ്പിൾ ജെല്ലും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിനുള്ള സ്പേസ് വിട്ടിട്ടാണ് ഞാനത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു ജെല്ലി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ജെല്ലി മിക്സ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ ബേക്കേഴ്സിൻ്റെ പൈനാപ്പിൾ ജെല്ലി ക്രിസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൗഡറിലേക്ക് അതിൽ പറഞ്ഞ പരുവത്തിൽ വെള്ളം എടുക്കുക. അപ്പോൾ അതിൽ അളവ് കൊടുത്തിട്ടുണ്ടാവും. ആ പാക്കറ്റിലേക്ക് എത്രയാണ് വേണ്ടത്, എത്ര ചൂടാണ് വേണ്ടതെന്നൊക്കെ അതിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നല്ലതായിട്ട് തണുത്ത് സെറ്റാവാനായിട്ട് മാറ്റി വെക്കരുത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ആ ഒരു പൈനാപ്പിളിൻ്റെ മിക്സ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് വേണം നമുക്ക് ഈ ഒരു ചൂടാറിയിട്ടുള്ള പൈനാപ്പിളിൻ്റെ ഈ ഒരു ജെല്ല് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഈ ഒരു ജെല്ല് മിക്സ് ഇല്ലെങ്കിലും അത് സെർവ് ചെയ്യാൻ റെഡിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ് ഇപ്പോൾ ഓൾറെഡി റെഡിയാണ്. കാണാനുള്ളൊരു ഭംഗിക്കും പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൈനാപ്പിൾ മിൽക്ക് മിക്സ് 1 മണിക്കൂറിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടും കേട്ടോ. പക്ഷേ ഈ ഒരു ജെല്ലും കൂടെ ഒഴിച്ചത് കാരണം ഒരു 1.5-2 മണിക്കൂർ എടുക്കും സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ള നമ്മുടെ പൈനാപ്പിൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.